കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൽ പ്രവേശനോത്സവം നടത്തി. KG വിഭാഗം പ്രവേശനോത്സവമാണ് നടന്നത്. കായംകുളം ശ്രീനാരായണ സ്കൂളിലാണ് KG വിഭാഗം പ്രവേശനോത്സവം നടത്തിയത്. അഭിനേതാവും ഗായകനുമായ അരുൺ ഗിന്നസ് മുഖ്യാതിഥിയായിരുന്നു. വൈസ് പ്രിൻസിപ്പൽ മധുബാലൻ സ്വാഗതം പറഞ്ഞു. വൈസ് പ്രിൻസിപ്പൽ റീന ടി രഘുനാഥ and heartily welcome to our prestigious institution, Srinarayana Central School, Kayangulam. I am very happy to stand before you because our new academic session will start today. Because that is the lower class section. That I mean the LKG, UKG and first standard will start today. In the absence of principal, I have to say something to you. I hope she will come after 1 week. Surely she will join with us. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, എല്ലാ രക്ഷകർത്താക്കളോടും എൻ്റെ കുഞ്ഞുമക്കളോടും പറയാനുള്ളത്, നിങ്ങൾ സെലക്ട് ചെയ്ത ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ നിങ്ങളുടെ മക്കളുടെ പ്രാഥമിക വിദ്യാഭ്യാസം തുടങ്ങുന്നതിന് വേണ്ടി നിങ്ങൾ സെലക്ട് ചെയ്ത ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ ആലപ്പുഴ ജില്ലയിലെ കേരള സംസ്ഥാനത്തിലെ തന്നെ CBSE സ്കൂളുകളിൽ ഏറ്റവും മികച്ച ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അക്കാദമിക് നിലവാരത്തിലും നമുക്കറിയാം, നമ്മുടെ സ്കൂള് ഒരു സീനിയർ സെക്കൻഡറി സ്കൂളാണ്. KG മുതൽ സ്റ്റാൻഡേർഡ് 12 വരെയുള്ള സ്റ്റാൻഡേർഡിലെ കുട്ടികൾ പഠിക്കുന്ന CBSE സിലബസിലുള്ള ഏറ്റവും വലിയ ഒരു സീനിയർ സെക്കൻഡറി സ്കൂളാണ് ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ. ലാസ്റ്റ് ഇയർ നമുക്ക് 2100 സ്റ്റുഡൻസ് ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ വർഷം നമ്മുടെ സ്ട്രെങ്ത് കൂടിയിട്ട് അറൌണ്ട് 2500 സ്റ്റുഡൻസിനോളം എത്തിയിരിക്കുകയാണ്. ഏറെ അഭിമാനത്തോടു കൂടി തന്നെ ഞാൻ പറയട്ടെ, ഈ അധ്യയന വർഷത്തെ സ്റ്റാൻഡേർഡ് 10ന്റെയും 12ന്റെയും റിസൾട്ട് ഏറെ അഭിമാനകരം തന്നെയായിരുന്നു. 1989 ശ്രീനാരായണ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ സ്കൂളാണ് ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ. അതിനു മുന്നേ തന്നെ ശ്രീനാരായണ സാംസ്കാരിക സമിതി SN വിദ്യാപീഠം എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, അതിനുശേഷമാണ് CBSE സിലബസിലുള്ള ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ, അതിനുശേഷം ICSE സിലബസിലുള്ള ശ്രീനാരായണ ഇന്റർനാഷണൽ മോഡൽ സ്കൂൾ എന്നീ സ്കൂളുകൾ ആരംഭിക്കുകയുണ്ടായി. ഇന്ന് ശ്രീനാരായണ സാംസ്കാരിക സമിതിയുടെ അധീനതയിൽ ഈ സ്കൂളുകളോടൊപ്പം തന്നെ വളരെ മികച്ച നിലയിൽ പ്രവർത്തിച്ചു വരുന്ന, അതായത് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരത്തിനും രക്ഷകർത്താക്കളുടെ താല്പര്യങ്ങൾക്കും അനുസരിച്ച് ഒരു വളർച്ചയാണ് നാം ലക്ഷ്യമിടുന്നത്. ദീപ്തി ചന്ദ്രൻ, സ്കൂൾ മാനേജർ ഡോക്ടർ P. പത്മകുമാർ, ജോയിന്റ് സെക്രട്ടറി പള്ളിയമ്പിൽ ശ്രീകുമാർ, PTA പ്രസിഡന്റ് നാരായണദാസ്, ധനപാലൻ, അനിൽകുമാർ, വിശാഖപത്തിയൂർ, ജലജ തുടങ്ങിയവർ പങ്കെടുത്തു. സ്കൂൾ അലുമിനി അസോസിയേഷൻ കുട്ടികൾക്ക് സ്നേഹ സമ്മാനം വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.